ഒരു 15 പ്രസംഗത്തിൽ നിന്ന് ഓരോ കൊട്ടേഷൻ എടുക്കണം. ആദ്യം വടക്കേ അമേരിക്കയിൽ നിന്ന് കൊട്ടേഷൻ കൊടുക്കണം. ഒരു യോഗത്തിനകത്ത് വടക്കേ അമേരിക്കയിൽ എബ്രഹാം ലിങ്കൺ, പ്രസിഡന്റ് കെന്നഡി ഏതെങ്കിലും കാച്ചി കാണും. പിന്നെ തെക്കേ അമേരിക്ക ചെല്ലണം, അവിടുന്ന് പാബ്ലോ നെരൂദ കാച്ചി വെച്ച് കൊടുക്കണം. യൂറോപ്പിൽ കയറണം, സോക്രട്ടീസ് അല്ലെങ്കിൽ ഇമാനുവൽ കാന്റ് മഹാന്മാരുടെ ഒരു സെനൻസ് അടിച്ചു വേണം. പിന്നെ ആഫ്രിക്ക കയറണം, ആഫ്രിക്ക കാർഡിനൽ ടിറ്റു ഒരു സെനൻസ് കാച്ചി കാണണം. ഇന്ത്യ വന്ന് ഇന്ത്യൻ പുരാണത്തിൽ നിന്നൊരു കാച്ചണം. പിന്നെ അടുത്ത കാലത്തുള്ള നേതാക്കന്മാരിൽ നിന്നൊരു സെനൻസ് അടിക്കണം. ചൈനയിൽ പോകണം, കൺഫ്യൂഷ്യസിനും പറ്റി ലാവോട്സയുടെ ഒരു സെനൻസ് കാച്ചണം. ജപ്പാനിൽ പോകണം, ഇസാക്കു സാട്ടോയുടെ ഒരു സെനൻസ് കാച്ചണം. പിന്നെ ഓസ്ട്രേലിയയിൽ ചെന്ന് ഗ്ലൗ വിറ്റ്ലത്തിൻ്റെ ഒരു സെനൻസ് കാച്ചിക്കണം. സാറിത് വായിക്കും, ഇവൻ ആരുടെ പാർട്ടി വടക്കേ അമേരിക്ക പോന്നു, തെക്കേ അമേരിക്ക പോന്നു, യൂറോപ്പിൽ പോന്നു, ആഫ്രിക്ക പോന്നു, ചൈനയിൽ പോന്നു, ഓസ്ട്രേലിയ പോന്നു, ജപ്പാനിൽ പോന്നു, ഇന്ത്യ പുരാണത്തിൽ കയറുന്നു. സാറ് ആയിരിക്കും ഈ കുട്ടി ഈ പ്രായത്തിൽ ഭയങ്കര സ്കോളറല്ലായ ഇവൻ ഭാവിയിൽ ഒരു വേദവ്യാസനാവാൻ സാധ്യത ഉണ്ടല്ലോ. നമുക്കേ അറിയാമോ, നമുക്കാകെ 10 സെനൻസ് അറിയാമോ, സാറിന് പിടികിട്ടുകയില്ല. നമ്മൾ ഈ ആകെ ഈ 10 സെനൻസ് നമുക്ക് അറിയാമെന്ന് സാറിന് മനസ്സിലാകത്തില്ല. സാറ് 10 ചോദ്യം ഉത്തരം എഴുതുമ്പോഴത്തേനും 7 ഭൂഖണ്ഡത്തിൽ നിന്ന് കാച്ചുകയാണ്. സാറി ആയിരിക്കും ഇവൻ ആൾ ബെസ്റ്റ്, അപ്പോൾ ഈ കുട്ടി ഭാവിയിൽ വലിയൊരാളാവും, ഞാനെന്ത് ചെയ്യാൻ പറ്റും, ഒരു 10 മാർക്ക് അധികം കൊടുത്തുകളയാം, ബെസ്റ്റ് 10 മാർക്ക് അപ്പം കിട്ടും പരിപാടി. അപ്പോൾ ഇങ്ങനെ പരീക്ഷയ്ക്ക് മാർക്ക് വാങ്ങിക്കാൻ പറ്റുന്ന 12 ടെക്നിക്കുണ്ട്. 12 ടെക്നിക്ക്. ഞാൻ മറക്കാതിരിക്കാൻ ബുദ്ധിയുള്ളവരാകുന്ന DC ബുക്ക് പബ്ലിഷ് പുസ്തകത്തിനകത്ത് 12 ടെക്നിക്ക് ഒരു അധ്യായത്തിൽ കൊടുത്തിട്ടുണ്ട്. ഞാനത് നിങ്ങളുടെ സംഘാടകൻ്റെ വാട്സപ്പിൽ അയച്ചു കൊടുത്തേക്കാം. പരീക്ഷ എഴുതാൻ ടെക്നിക്ക് പഠിക്കേണ്ട ആളുകൾ സംഘാടകൻ്റെ വാട്സപ്പിൽ നിന്ന് എടുത്തിട്ട് 12 ടെക്നിക്ക് നിന്ന് പ്രയോഗിച്ചാൽ മതി. അടുത്ത പരീക്ഷ തൊട്ട് നമുക്കൊരു 20-25% മാർക്ക് കൂടുതൽ കിട്ടും. ഇനി മൂന്നാമത് ഡെവലപ്പ് ചെയ്യേണ്ട സ്കില്ല് ഇൻ്റർവ്യൂ നേരിടാനുള്ള സ്കില്ലാണ്. റിട്ടേൺ എക്സാമിനേഷൻ മാർക്ക് കൊണ്ട് മാത്രം ഈ ലോകത്തിൽ ആർക്കും വലിയ ജോലിയൊന്നും കിട്ടിയിട്ടില്ല. റിട്ടേൺ എക്സാമിനേഷൻ ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടുന്ന 100-200 കാൻഡിഡേറ്റ്സിനെയാണ് ഇൻ്റർവ്യൂവിന് വിളിക്കുന്നത്. ആ ഇൻ്റർവ്യൂവിൻ്റെ മാർക്ക് വെച്ചിട്ടാണ് നിങ്ങൾ അവസാനം ജയിക്കുകയോ കിട്ടാതിരിക്കുകയോ ചെയ്യുന്നത്. IAS ഇൻ്റർവ്യൂവിന് 3000 പേരെ വിളിക്കും. അതിലെ ഫസ്റ്റ് റാങ്ക് കിട്ടുന്ന കുട്ടിയും ലാസ്റ്റ് റാങ്ക് എന്ന കുട്ടിയും തമ്മിൽ 90 മാർക്ക് വ്യത്യാസമുള്ളൂ. റിട്ടേൺ എക്സാമിനേഷൻ ഫസ്റ്റ് റാങ്ക് അയക്കുന്ന കുട്ടിക്ക് ഇൻ്റർവ്യൂവിന് 100 മാർക്ക് താഴെയാണെങ്കിൽ അവൻ പോയി, അവനൊന്നും കിട്ടത്തില്ല. റിട്ടേൺ എക്സാമിനേഷന് വിളിച്ചാൽ 3000 കുട്ടികൾ ഏറ്റവും താഴെ നിൽക്കുന്ന കുട്ടിയായിരിക്കും. പക്ഷേ ഇൻ്റർവ്യൂവിന് 200 മാർക്ക് ക്രോസ് ചെയ്താൽ അവൻ IAS IPS കിട്ടിയിരിക്കും. അപ്പോൾ ഇൻ്റർവ്യൂ നേരിടേണ്ടത് എങ്ങനെ, പേഴ്സണൽ ടെസ്റ്റ് ഫേസ് ചെയ്യേണ്ടത് എങ്ങനെ, ഈ സ്കിൽ നിങ്ങൾ ഡെവലപ്പ് ചെയ്യണം. DC ബോർഡിന് എന്നെ കൊണ്ട് വേറെ പുസ്തകം വെച്ചിട്ടുണ്ട്, വ്യത്യസ്തരാകാൻ, ഹൗ ടു ഹാവ് എ ഡിഫറെൻറ്റ് പേഴ്സണാലിറ്റി. അതിനകത്ത് ഇൻ്റർവ്യൂവിന് പ്രയോഗിക്കുന്ന 10 ടെക്നിക്ക് ഞാൻ വിശദീകരിക്കുന്നുണ്ട്. അതെടുത്തിട്ട് ഇൻ്റർവ്യൂ നേരിടാൻ പഠിക്കണം. 4ാമത്തെ സ്കില്ല് 5 മിനിറ്റ് പ്രസംഗിക്കാൻ പഠിക്കുക എന്നുള്ളതാണ്. നിങ്ങൾ 12ാം ക്ലാസ് കഴിഞ്ഞ് NDA പരീക്ഷ കഴിഞ്ഞ് മിലിറ്ററി ഓഫീസർ ആവാൻ പോവാണ്. അവിടെ ചെല്ലുമ്പോൾ ഇൻ്റർവ്യൂ അങ്ങോട്ട് കഴിയുമ്പം 5 വിഷയം തരും. ഏതെങ്കിലും ഒരു വിഷയത്തിൽ 5 മിനിറ്റ് പ്രസംഗിക്കാൻ പറയും. ആ പ്രസംഗിക്കാൻ കഴിവില്ലാത്തവനാണെങ്കിൽ ആ NDAക്ക് എടുക്കുകയില്ല. കാരണം യുദ്ധമുന്നണി വെച്ച് തോക്കാൻ പോകുന്ന യുദ്ധമായിരിക്കും. പക്ഷേ പട്ടാളക്കാരെല്ലാം ഇളക്കി വിട്ട് ആടിയിടാം പൊളിക്കണം എന്ന് പറഞ്ഞാൽ അവനെ ഇളക്കി വിടാൻ പറ്റില്ലെങ്കിൽ മിലിറ്ററി കമാൻഡർ ആവാൻ പറ്റുമോ? പറ്റിയല്ല. UN സിവിൽ സർവീസിന് പോയാൽ ന്യൂയോർക്കിൽ ഇൻ്റർവ്യൂ കഴിയുമ്പോൾ 5 മിനിറ്റ് പ്രസംഗിക്കാൻ പറയും. പ്രസംഗിക്കാൻ കഴിവില്ലെങ്കിൽ ജോലി കിട്ടുകയില്ല. റിസർവ് ബാങ്കിൻ്റെ ഓഫീസ് ടെസ്റ്റിന് പോയി ഇൻ്റർവ്യൂ കഴിയുമ്പോൾ 5 മിനിറ്റ് പ്രസംഗിക്കാൻ പറയും. നിങ്ങൾ ടാറ്റയുടെയോ ബിർളയുടെയോ അഡാനിയുടെയോ അംബാനിയുടെ ഒക്കെ ജോലിക്ക് പോയാൽ ഇൻ്റർവ്യൂ കഴിയുമ്പം 5 മിനിറ്റ് പ്രസംഗിക്കാൻ പറയും. വിഷയം തന്നെ 4-5 വിഷയം തന്നെ ഏതെങ്കിലും ഒന്നിനെപ്പറ്റി 5 മിനിറ്റ് പ്രസംഗിക്കാൻ പറയും. കാര്യം അവൻ്റെ പ്രോഡക്റ്റ് വെറും പൊട്ട പ്രോഡക്റ്റ് ആയിരിക്കും. പക്ഷേ പാവപ്പെട്ട ജനങ്ങളെ പറഞ്ഞ് പറ്റിച്ചത് വിൽക്കാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങൾക്ക് ശമ്പളം തന്നിട്ട് വല്ല കാര്യമുണ്ടോ? അതുകൊണ്ട് ഏത് പ്രൈവറ്റ് കമ്പനി ജോലിയാണോ വാക്ചാതുരി ഉണ്ടോ, മനുഷ്യനെ സ്വാധീനിക്കാൻ കഴിവുണ്ടോ എന്ന് നോക്കും. അതില്ലെങ്കിൽ ഒരു പടിയും കിട്ടുകയില്ല. അപ്പോൾ ഒരു 5 മിനിറ്റ് പ്രസംഗിക്കാൻ പഠിച്ചിരിക്കണം. ഏറ്റവും ബെസ്റ്റ് പുസ്തകം ഡെയിൽ കാർണഗിയുടെ പ്രസിദ്ധമായ പുസ്തകമാണ് ഹൗ ടു വിൻ ഫ്രണ്ട്സ് ആൻഡ് ഇൻഫ്ലുവൻസ് പീപ്പിൾ ബൈ പബ്ലിക് സ്പീക്കിംഗ്. ഉഗ്രം പുസ്തകമാണ്. കൃഷ്ണൻ നായർ സാറിൻ്റെ ഒരു പുസ്തകമുണ്ട്, പ്രസംഗ കല ഒരു പഠനം. ഉഗ്രം പുസ്തകമാണ്. ഞാൻ വളരെ സിമ്പിളായിട്ട് മലയാളത്തിലൊരു പുസ്തകം DC ബുക്ക് എന്നെ കൊണ്ട് എഴുതിപ്പിച്ച് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. എങ്ങനെ പ്രസംഗിക്കണം, സിമ്പിൾ ടെക്നിക്ക്. ഏതെങ്കിലും ഒരു പുസ്തകം വാങ്ങിച്ചിട്ട് നിങ്ങളൊരു 5 മിനിറ്റ് പ്രസംഗിക്കാൻ പഠിക്കണം. ജീവിതത്തിൽ വലിയ ജോലികളിൽ എത്തിച്ചേരണമെങ്കിൽ, ലക്ഷക്കണക്കിന് ശമ്പളമുള്ള ജോലി എത്തിച്ചേരണമെങ്കിൽ ഈ 4 സ്കില്ല് പഠിച്ചിരിക്കണം. ലേഖനം എഴുതാൻ പഠിക്കണം, പരീക്ഷ എഴുതുമ്പോൾ പരീക്ഷ എഴുതാൻ മാർക്ക് വാങ്ങിക്കളഞ്ഞ ഞുണുക്ക് വേല പഠിക്കണം. 3ാമത് ഇൻ്റർവ്യൂ നേരിടാൻ പഠിക്കണം. 4
പ്രസംഗിക്കാൻ പഠിക്കണം. 1.5 മണിക്കൂറൊന്നും തട്ടണ്ട, 5 മിനിറ്റ് പ്രസംഗിക്കാൻ പഠിക്കണം. പഠിച്ചില്ലെങ്കിൽ രക്ഷ. ഈ 4 സ്കില്ല് ഡെവലപ്പ് ചെയ്യണം. ഇനി 3-ാമത്തെ സ്റ്റെപ്പ്,